റമളാനിലെ 23 നോമ്പും കൃത്യമായി അനുഷ്ഠിച്ചതിന്റെ ആത്മനിർവൃതിയിലാണ് മുണ്ടക്കയം കരിനിലം ചെമ്പകശ്ശേരിയിൽ പരേതനായ രതീഷിന്റെ ഭാര്യ കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്. അലാറം വെച്ച് പുലർച്ചെ 4:30 എഴുന്നേറ്റ് ഇടയത്താഴം കഴിച്ചാണ് അജിത രതീഷ് റമളാൻ വ്രതത്തിന് തുടക്കം കുറിക്കുന്നത്. ദീർഘനാളത്തെ ആഗ്രഹമാണ് അജിത റമളാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. 3 വർഷം മുൻപ് ഭർത്താവ് രതീഷും അജിതയും 3 ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ മുഴുവൻ നോമ്പും പിടിക്കണമെന്നിരിക്കെയാണ് രതീഷിന്റെ വേർപാട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന തിരക്കിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി എത്തിയതോടെ തിരക്ക് ഇരട്ടിച്ചെങ്കിലും ഇതൊന്നും നോമ്പിനെ ബാധിച്ചില്ല. നോമ്പ് തുറക്കാൻ സമയമാവുമ്പോൾ അജിത എല്ലാ തിരക്കും ഒഴിവാക്കും, അതിനായി മാറും. ഈത്തപ്പഴം കഴിച്ചാണ് നോമ്പ് തുറക്കൽ. യാത്രക്കിടയിലാണെങ്കിൽ ഈത്തപ്പഴവും വെള്ളവും കരുതും. കഴിഞ്ഞ ദിവസം ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുണ്ടക്കയത്ത് നടന്നപ്പോൾ അജിത ഈത്തപ്പഴവും വെള്ളവും കഞ്ഞിയും വേദിയുടെ ഒരു വശത്ത് കൊണ്ടുവച്ചിരുന്നു. സമീപത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതോടെ സ്റ്റേജിന്റെ പിന്നിലേക്ക് മാറി ഇവർ നോമ്പ് തുറന്നു. മറ്റു പരിപാടികളിലാണെങ്കിൽ അജിത രതീഷ് മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിൽ കയറി നോമ്പ് തുറക്കും. ആദ്യമൊക്കെ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ലെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പറയുന്നു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഗുരുദേവ സന്ദേശത്തെ അനർക്കമാക്കാൻ വേണ്ടിയാണ് ഈ റംസാൻ മാസം ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാർ നോയമ്പെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇതര മതസ്ഥരും നോയമ്പെടുക്കുന്നത് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഉന്നമനത്തിൻ്റെ ഉദ്ദേശത്തോടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും നിലനിർത്തി പോകുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഈ വർഷം എനിക്കും 30 ദിവസം റംസാൻ നോയമ്പെടുക്കണമെന്ന ആഗ്രഹവും ഉടലെടുത്തത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാവപ്പെട്ടവരുടെ വിശപ്പിൻ്റെ കാഠിന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനും ഈ നോയമ്പിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് റംസാൻ നോയമ്പ് പിടിക്കുന്നതും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ എങ്ങനെയാണ് അവർ മുന്നോട്ടുള്ള നാളുകളിൽ ജീവിക്കണം, അവർ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്കും ഈ നോയമ്പ് മുൻനിർത്തിക്കൊണ്ടുവരുന്നത്. ആദ്യ ദിനങ്ങളിൽ നോമ്പും വെച്ച് ഇലക്ഷൻ പ്രവർത്തനവുമായി ഭവന സന്ദർശനം നടത്തിയപ്പോൾ ദാഹം തോന്നിയെങ്കിലും അതിന് ഒരുങ്ങിയില്ല. എന്നാൽ നോമ്പ് 23 പിന്നിടുമ്പോഴും അജിതയ്ക്ക് നോമ്പ് ഒഴിവാക്കണമെന്ന ചിന്ത പോലും ഉണ്ടായിട്ടില്ല. രാവിലെ 4:30 എഴുന്നേറ്റാൽ കുളി കഴിഞ്ഞ് കട്ടൻ ചായയും ബിസ്ക്കറ്റും ബ്രെഡിന്റെ പീസും മാത്രമാണ് കഴിക്കുക. നാടിന്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥിച്ചാണ് നോമ്പ് തുടങ്ങുന്നത്. നോമ്പ് തുറക്കുമ്പോൾ നന്നായി വെള്ളം കുടിക്കും, സാധാരണ ഭക്ഷണം മാത്രം കഴിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമ്പ് തടസ്സമാവുമെന്ന് ഭയന്ന് സുഹൃത്തുക്കൾ പകൽ നോമ്പ് ഉപേക്ഷിക്കാൻ സ്നേഹത്തോടെ പറഞ്ഞെങ്കിലും അതൊന്നും അജിതയെ ബാധിച്ചില്ല. നോമ്പെന്നാൽ ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ലെന്നും വ്രതാനുഷ്ഠാനത്തിലൂടെ ക്ഷമയും സ്നേഹവും സഹാനുഭൂതിയും നല്ല ആരോഗ്യവും ഉണ്ടാകാൻ കഴിയുമെന്നും അജിത രതീഷ് പറയുന്നു. നമ്മൾ നോയമ്പെടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആഹാരം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, ക്ഷമ, സഹാനുഭൂതി, സ്നേഹം, മറ്റുള്ളവരെ സഹായിക്കൽ, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ നോയമ്പെടുക്കാൻ. അത് നമ്മുടെ മാനസികമായും ശാരീരികമായും നമ്മൾ മനസ്സിനെ സജ്ജമാക്കി ശരീരത്തിനെ സജ്ജമാക്കി എല്ലാ മറ്റുള്ള ഇതിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്ന് നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ വ്രതം പൂർണ്ണമാകുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വർഷത്തെ 12 മാസം നിരന്തരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ വസ്തുക്കൾ അടിഞ്ഞുകൂടുകയും ഈ ഒരു മാസം നേരം റംസാൻ നോയമ്പ് എടുക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അനാവശ്യ വസ്തുക്കൾ നമ്മൾ നിയന്ത്രണത്തിലാവുകയും നമ്മുടെ ശരീരം നല്ലപോലെ ഊർജ്ജവും ഉന്മേഷത്തോടും ഒക്കെ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്കറിയാം, രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് 4 മണിക്ക് 4:30 ആകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുകയും അതോടൊപ്പം തന്നെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ നോയമ്പ് ആരംഭിക്കുകയും മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ നോയമ്പ് ഒരു ദിവസത്തെ പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എനിക്ക് നേടാൻ പറ്റിയിരിക്കുന്നത് നമ്മൾക്ക് മറ്റുള്ള ജീവിതത്തിലെ എല്ലാ ഉന്മേഷങ്ങളും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഊർജ്ജം നൽകിയിട്ടുണ്ടെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും വീടിനടുത്തുള്ള കരിനിലം വണ്ണൻപതാൽ ജുമാ മസ്ജിദുകളിൽ നിന്നും ഉലുവാക്കഞ്ഞി കൊണ്ടു തരാറുണ്ട്. പകലിലെ ക്ഷീണം ഈ കഞ്ഞിക്കുടിയിലൂടെ മാറും. ഇപ്പോൾ മറ്റൊരു നോമ്പ് കൂടി അജിത അനുഷ്ഠിക്കാൻ തുടങ്ങി. വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൽ അടുത്തയാഴ്ച നടക്കുന്ന പൊങ്കാല ചടങ്ങിൽ പങ്കെടുക്കാനായി നോമ്പെടുക്കാൻ തുടങ്ങി. 2 നോമ്പും ഒരുമിച്ച് വന്നതോടെ ഭക്ഷണം പൂർണ്ണമായി വെജിറ്റേറിയൻ ആക്കി. അതോടൊപ്പം തന്നെ ഞാൻ ഒരു നോയമ്പും കൂടെ ഇപ്പോൾ എടുക്കുകയാണ്. വള്ളിയങ്കാവിൽ പൊങ്കാലയാണ് 10-ാം തീയതി.
ആ പൊങ്കാലയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ആ നോയമ്പും കൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയത്ത് 2 നോയമ്പ് എടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് വള്ളിയങ്കാവിൽ പൊങ്കാലയിടാനായിട്ട് നോയമ്പ് എടുക്കുന്നത്. റംസാൻ നോയമ്പും പൂർണ്ണമായിട്ട് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. 30 ദിവസം പൂർണ്ണമാക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിനോട്. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റിലമായ എരുമേലി സ്വദേശിയാണ് അജിത രതീഷ്. അതിനാൽ മതസൗഹാർദ്ദം കണ്ടു വളർന്നതെന്നും എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്നതും. കാഞ്ഞിരപ്പള്ളി, അക്കരപ്പള്ളി, മണർകാട് പള്ളി എന്നീ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഈ വനിതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം ഉൾക്കൊണ്ടാണ് എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാൻ പഠിച്ചതെന്നും ജാതിയുടെ അതിർവരമ്പുകൾക്ക് പ്രസക്തിയില്ലെന്നും അജിത രതീഷ് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ മതത്തിനെയും ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൂടാതെ ഞാൻ അക്കരപ്പള്ളിയിലും മണർകാട് പള്ളിയിലും ഒക്കെ പോകുന്നുണ്ട്. എൻ്റെ ജന്മദേശം എരുമേലിയാണ്. മതമൈത്രിയുടെ ഈറ്റിലമായ എരുമേലിയിൽ അയ്യപ്പസ്വാമിയെയും വാവരസ്വാമിയെയും കണ്ടു വളർന്നൊരു വ്യക്തി എന്ന നിലയിലാണ് എല്ലാ മതത്തിലെയും ബഹുമാനിക്കുകയും എല്ലാ മതത്തിലെ എല്ലാ ദൈവങ്ങളെയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈശ്വരൻ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ നോയമ്പ് പൂർണ്ണമാക്കുന്നത്. മേഖലയിലെ പ്രമുഖ CPM നേതാവായിരുന്ന VK രാജപ്പന്റെ മരുമകളാണ് അജിത. എറണാകുളത്ത് LLM PhD വിദ്യാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് അപർണ രതീഷ്, BSc സൈബർ ഫോറൻസിക് വിദ്യാർത്ഥി ആദിത്യൻ P രതീഷ് എന്നീ മക്കളും ഭർതൃമാതാവ് ശാന്തമ്മ രാജപ്പനും ഒരുമിച്ച് മുണ്ടക്കയത്തിനടുത്ത് കരിനിലത്താണ് താമസം.